ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറി മാറി ഓരോ പേപ്പർ എടുക്കും, അതിലുള്ള ക്വസ്റ്റ്യൻസ് വായിക്കും. എന്നിട്ട് സനിചേട്ടൻ എടുക്കുന്നതിന്റെ ഉത്തരം ഞാൻ പറയും, ഞാൻ എടുക്കുന്നതിന്റെ ഉത്തരം സനിചേട്ടൻ പറയും. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 2 ദിവസമായി. അന്നേരം പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഇപ്പാണ് അതിന്റെ ഒരു സമയം കിട്ടുന്നത്, ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പൊ ഒരു തമാശ രൂപേണ പോവാ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ ആരാധി എടുക്കുന്നത്? നീ എടുത്തോ? എടുത്തോ? എടുക്കട്ടെ. നല്ല ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യമായി കണ്ട ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു? ഇഷ്ടപ്പെട്ട കാര്യം മീൻസ് ആ കണ്ട ദിവസം എന്തെങ്കിലും ഒരു മനസ്സ് തട്ടി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ഇല്ല, നമ്മള് ഫസ്റ്റ് ആയിട്ട് കാണുമ്പോ പെണ്ണ് കാണാൻ പറ്റുന്ന അതെന്നേരല്ല നമ്മൾ ഫസ്റ്റ് കണ്ടിന്. അന്നുമില്ല, അത് പെട്ടെന്ന് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത അന്ന് ഇവളെ കാണാൻ പോയതല്ല, വേറൊരു പെണ്ണെ കാണാൻ പോയതാണ്. അപ്പൊ പിന്നെ ആ പെണ്ണ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് എന്നാ പിന്നെ വേറൊരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാൻ പോയതാണ്. പെട്ടെന്ന് കണ്ടിട്ട് സന്തോഷം തോന്നി. അങ്ങനെയല്ല, നമ്മിപ്പം ഒരാളെ കാണുമ്പം എന്താ പറയാ, ഇപ്പം എന്താ പറയാ, ആ ഒരു സാഹചര്യം വിവരിക്കും. സാഹചര്യം ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ല, ആ കാണുമ്പം എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഫസ്റ്റ് സൈറ്റ് മീൻസ് ഒന്നാമത് ഈ നമുക്ക് കാണാൻ പോകുന്ന പെണ്ണും, അതായത് നീയും അറിയില്ലല്ലോ അപ്പൊ പെണ്ണാണ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് പെണ്ണാണാൻ പോകുന്നത് നമ്മൾ തന്നെ മിറ്റത്ത് പിന്നെ ഒരു പെണ്ണുങ്ങൾ ഇരിക്കുന്ന പെണ്ണുങ്ങൾ വെച്ച് നിങ്ങളെ രുക്മിണിയേച്ചി നിങ്ങൾ നമ്മളെ പെണ്ണാണാൻ വന്നത്. അപ്പൊ രുക്മിണിയേച്ചി തന്നെ ഞെട്ടി. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ വരുന്നു. ഒരു ദിവസം പച്ചവെള്ളത്തിൽ പഞ്ചസാരയും പച്ചവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഇറക്കിട്ട. അന്ന് വീട്ടില് ഏട്ടനുണ്ടായിട്ട. അപ്പൊ ഇവര് വരുന്നതൊന്നും നമുക്ക് അറിയും ചെയ്യില്ല. അമ്മ ആരോട് അങ്ങനെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിട്ടുമില്ല. അന്ന് പിന്നെ ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ടായി, ഞായറാഴ്ചയാന്ന് തോന്നട്ടെ. അന്നേരം എന്നാ വീട്ടില് കൊടുക്കാനൊന്നുമില്ല. പെട്ടെന്ന് വരുമ്പോ പഞ്ചസാര തീർന്നിട്ടുണ്ടായിന്. അമ്മ പഞ്ചസാര മേടിക്കണേന്ന് പറഞ്ഞു, പാലും ഉണ്ടായിട്ടില്ല. അപ്പം വരുമ്പോ എന്ത് കൊടുക്കണമെന്ന് അറിയില്ല. അവസാനം നമുക്ക് കിണറ്റിന്ന് വെള്ളം എടുത്തിട്ട് അപ്പൊ പഞ്ചസാര മാത്രം കലക്കിയിട്ട് കൊടുത്തു. ഓക്കെ, അടുത്ത ചോദ്യം. പരസ്പരം ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്താണ്? പരസ്പരം എന്ന് പറയുമ്പോ ഞാനും പറയണം നീയും പറയണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്ന് വെച്ചാല് പിന്നെ എന്താ പറയാ, ഇപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തുടർന്നു കൊണ്ടുപോകും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം എന്താ പറയാ, ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്ന വെച്ചോ രാവിലെ. ഇപ്പൊ എനക്കെന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇവരത് കൃത്യമായിട്ട് ചെയ്യും. ഇപ്പം എന്തെങ്കിലും അസുഖം ഉണ്ടോ അല്ലെങ്കിൽ തലേദിവസം എന്തെങ്കിലും ഉറക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ എന്താ പറയാ പിന്നെ ആ ദിവസം പോകാണ്ടിരിക്കുമല്ലോ. അല്ലെങ്കിൽ ആ കൃത്യമായിട്ട് ആ ഒരു 5:30 ആ ടൈമിൽ എണീച്ചിട്ട് നടക്കാൻ പോകും. അതൊരു കൃത്യമായിട്ട് പോകുന്നൊരു കാര്യമാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ സ്വഭാവം എല്ലാവരോടും നല്ല സോഷ്യലായിട്ട് പെരുമാറും. എല്ലാവരോടും പെട്ടെന്ന് മിങ്കിളാവുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അങ്ങനത്തെ ഒരു സ്വഭാവമല്ല, ഞാൻ അങ്ങനെ എല്ലാവരോടും അങ്ങനെ മിങ്കിളാവുന്ന ഒരു ടൈപ്പല്ല. എടുക്കട്ടെ. അടുത്ത ചോദ്യം. ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്ര എങ്ങോട്ടായിരുന്നു, എങ്ങനെയായിരുന്നു? ഒരുമിച്ച് എന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞതിന് മുന്നേ നമ്മൾ പോയിട്ടില്ലേ? അപ്പൊ ആ ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം? കല്യാണം കഴിയുന്നതിന് മുന്നേ നമ്മൾ ആദ്യത്തെ യാത്ര പറയുമ്പോ, നമ്മളെ ആദ്യത്തെ യാത്ര നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും നീയും കൂടെ പറശ്ശിനിക്കടവിൽ പോയി ഫസ്റ്റ്. അതാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു, അല്ല നല്ലൊരു കാര്യമായിരുന്നു. കാരണം ആദ്യമായിട്ട് ഒരു സ്വന്തം പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മ ബസ്സിലെ പോയി ഓർമ്മയുണ്ട്.
അതെ. അന്നേരം ഞാൻ പിന്നെ ബൈക്കൊന്നും ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ വീട്ടിൽ നിന്ന്, എന്റെ വീട് കുണ്ടയംകോലാണ്, കാങ്കോല് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ്. പാടുന്ന് ഞാൻ പയ്യന്നൂരേക്ക് ബസ്സിന് വന്നു. ഇവര് ഇവിടുന്ന് യാത്രയെന്ന് പയ്യന്നൂരേക്ക് വന്നിട്ട് എന്നെയും കൂട്ടി നമ്മ പറശ്ശിനിക്കടയിലേക്ക് പോയതല്ലേ. അടുത്ത ആരെ എടുക്കേണ്ടത്? ഇങ്ങനെ എന്തെങ്കിലും പങ്കാളിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വേണം എന്നാൽ ആഗ്രഹിച്ചാൽ അതെന്തായിരിക്കും? പങ്കാളിക്ക് എന്തെങ്കിലും മാറ്റം വേണം പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മിപ്പോ എന്തെങ്കിലും വീട്ടിലുള്ളത്തെ കാര്യമല്ല, ഇപ്പൊ പുറത്ത് എന്തെങ്കിലും ചെയ്യും, ഇപ്പൊ ഒരു ചെടി നടുന്നത് അല്ലെങ്കിൽ ഒരു പച്ചക്കറി നടുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പം ഇവരും കൂടി വേണമെന്നില്ലേ ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മ ഒരു വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലില്ലേ ഒരാളും കൂടി അതിൽ കൂടുമ്പോൾ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു മടുപ്പ് തോന്നൂല. ഒന്നില്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഈസി ആയിട്ട് തോന്നും. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമില്ല. ഇപ്പൊ ഞാൻ നമ്മളെ ചുറ്റുപാടില്ലവരെ കാണുമ്പോൾ തന്നെ അവരെ ഭർത്താക്കന്മാര് ആ ഒരു രീതിയിൽ സഹായിക്കുന്നത് കാണുമ്പം എനിക്കൊരു ചെറിയ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പച്ചക്കറിയെല്ലാം നടുന്ന സമയമാകുമ്പോൾ അവരെല്ലാരും ഒന്നിച്ച് ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മടുപ്പാണ്. അപ്പൊ അങ്ങനെ ഇല്ലെല്ലാം അങ്ങനെ ഒരു മാറ്റം വേണമെന്നില്ല ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവരങ്ങോട്ടൊന്നും ചെയ്യാൻ വരില്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം വാഴ നടണം, കുഴിച്ചേരണം കുഴിച്ചു തരും, അത് ഞാൻ നടും, ഞാൻ തന്നെ വെള്ളം ഒഴിക്കും, അങ്ങനെ. അല്ലാണ്ട് പിന്നെ അതിനായിട്ട് ഇപ്പം രാവിലെ എണീച്ച് ഇന്നത് ചെയ്യണം പുറത്ത് നിന്നില്ല, ആ ഒരു ഇതില്ല. ആ ഒരു മാറ്റം വേണം നിനക്കുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ രാവിലെ എണീച്ച് ചിലവരെല്ലാം കാണലില്ലേ പുറത്തെല്ലാം വളപ്പിലെല്ലാം നടന്ന് പല്ലിയേക്കുമ്പോ ആയാലും വെള്ളം ഒന്ന് നോക്കി, പിന്നെ വെള്ളം ഒഴിച്ച്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെടി ആയാലും അല്ലെങ്കിൽ വേറെ പച്ചക്കറി ഒന്നും നട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് നോക്കി, അങ്ങനത്തെ എല്ലാം എനിക്ക് ആണുങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാവനെല്ലാം അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു മാറ്റം വേണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹം. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങൾ പറ എന്നാ മാറ്റം വേണം? എനക്ക് അങ്ങനെ ഒരു മാറ്റവും വേണമെന്നില്ല. ഇപ്പൊ ഇല്ല പോലെ പോയാൽ മതി. അടുത്ത ഞാൻ എടുക്കണ്ടേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴാണ് പിന്നെ നിങ്ങൾക്ക് എണ്ണ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്? ആ ഒരു സന്ദർഭം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കിപ്പം ചില സമയത്ത് അമ്മേനെ ആ ഒരു പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ കൂടുതൽ അമ്മ വേണം എന്നില്ലൊരു ആഗ്രഹം ഉണ്ട് ആ ഒരു സമയത്ത്. അത് കണക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതേത് സമയം? എല്ലാ സാഹചര്യത്തിലും അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോ ഇപ്പൊ ഞാനില്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് വീട്ടിൽ പോയില്ലോ, ബാക്കിയുള്ള സമയത്തും പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് ബാക്കി പോകുന്നല്ലേ. നിങ്ങൾ സീരിയസ് ആവല്ല, കുറച്ച് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ പറയുന്നു. അങ്ങനെ നീ എല്ലാം കൂടി ഉണ്ടാവുന്നതാണ്. അപ്പൊ പിന്നെ നീ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ട് ഞാനും അതേ ഉത്തരം എനക്കും പറയാനില്ല. ഞാനും ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ എപ്പം നമ്മളെപ്പം തന്നെ ഉണ്ട്. പിന്നെ വീട്ടിൽ പോകുന്ന സമയമല്ലേ, ബാക്കിയുള്ള സമയം ഒപ്പരം ഉണ്ടാവുന്നത് കൊണ്ട് അങ്ങനെ വേണമെന്നുള്ളത് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അടുത്തത്, മക്കൾക്ക് ആരുടെ സ്വഭാവമാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? ഉദാഹരണം പറ. ഞാൻ അറിയണ്ടേ? ഞാൻ ചോദിച്ചത്. മക്കൾക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അച്ഛന്റെ സ്വഭാവം. ഒന്നാമത്തത് പെട്ടെന്ന് ദേഷ്യം വരും. രണ്ടാമത്തെ പറഞ്ഞ ഇതേ കണക്ക് തന്നെ കുറെ കാര്യങ്ങൾക്ക് മടിയുണ്ട്. അപ്പൊ പിന്നെന്ന് വെച്ചാ തമാശ പറയാൻ ഭയങ്കര മക്കൾക്കും കിട്ടിയിട്ടുണ്ട് അച്ഛന്റെ അതേ സ്വഭാവം. എന്ന് വെച്ചാൽ ഈ തഗ്ഗടിക്കൽ എന്ന് പറയലില്ലേ, സാഹചര്യത്തിനനുസരിച്ചിട്ട് പറയുക, അത് രണ്ടാക്കും അച്ഛന്റെ ആ ഒരു ഇത് തന്നെ കിട്ടിയിട്ടുണ്ട്. സഞ്ചേട്ടൻ അങ്ങനെ ഭയങ്കരമായിട്ട് കോമഡി പറയും, അതന്നെയാണ് മക്കൾക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ സ്വഭാവം അച്ഛൻ്റെ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത്ര തന്നെ. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? അത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ദേഷ്യം അങ്ങനെ എന്റെ ദേഷ്യം എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അച്ചൂട്ടിനിടുന്ന് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൈയോടും കാലോടും ഞാൻ ആക്ഷൻ കാണിക്കേണ്ടി. ഞാനല്ലേ ഇപ്പെടുത്തിനെ ഞാനിപ്പോ കുറ്റ സ്വഭാവം ഇഷ്ടം. അപ്പം ഞാൻ അടുത്തത്, ആദ്യമായി സംസാരിച്ച കാര്യം എന്തായിരുന്നു? അതായത് ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചിന് പെണ്ണ് കാണാൻ വന്നേരാണ്. അപ്പൊ എന്നാ സംസാരിച്ചിന് പറ. എനക്ക് ഓർമ്മയുണ്ടെന്നാ സംസാരിച്ചിന്? ആദ്യമായി ഒരാളെ അറിയോന്ന് ചോദിച്ചിന്. ആദ്യമായി സംസാരിച്ചത് എല്ലാം പിന്നെ പഠിക്കുന്ന സമയത്ത് എവിടെയാ പഠിക്കുന്ന ചോദിച്ചാലും നാഷണൽ കോളേജാന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ ജയ ടീച്ചർ
അറിയോ അങ്ങനെ ചോദിച്ചാൽ ജയ ടീച്ചർ അറിയാം. അപ്പൊ ഭയങ്കര ഇതായി. കാരണം ജയ ടീച്ചർ ഓളയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. മുന്നേ എനിക്ക് പരിചയമുള്ള ടീച്ചറായിരുന്നു. അവിടെ അങ്ങനെ ജയ ടീച്ചറാണ് ആ ഒരു സബ്ജക്റ്റാണ് അന്ന് നമ്മൾ സംസാരിച്ചതെന്ന് തോന്നുന്നു. ജയ ടീച്ചർ അറിയോന്നാ ചോദിച്ചിന്. അയിമല് പെണ്ണ് കാണാൻ വന്നിട്ട് പിന്നെ നാഷണൽ കോളേജും അടുത്ത ടീച്ചറും അതെല്ലാം ഉണ്ടായിന് സംസാരത്തിൽ. അല്ലാണ്ട് നീക്ക് എന്നെ ഇഷ്ടായിനോ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അടുത്തെടുക്ക്. പെണ്ണ് കാണൽ ചടങ്ങ് ഓർക്കുന്നുണ്ടോ? അന്ന് മറക്കാൻ പറ്റാത്ത അനുഭവം എന്താണ്? നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞു. നല്ല അറിയണ്ടേ. പെണ്ണ് കാണാൻ വന്ന ദിവസം എന്ന് വെച്ചാ നമ്മ പെണ്ണ് അല്ലെങ്കിൽ പെണ്ണിനെ ഇങ്ങനെ അയക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ കല്യാണം നോക്കുന്നുണ്ടെന്നോ അങ്ങനത്തെ ഒന്നും ആരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ടാ. കുറെ ആളങ്ങനെ ചോദിക്കുന്നുണ്ടായിനി. ഞാൻ അന്നേരം ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയമാണ്. അപ്പം അയക്കുന്നില്ല എന്നില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് അമ്മ ഉണ്ടായിനി. അന്നേരം അമ്മ എല്ലാവരോടും അങ്ങനെ തന്നെയാ പറയുക. ഒരു ദിവസം ഞായറാഴ്ച എന്ന് വെച്ചാൽ നമ്മ വീട്ടിലുണ്ടാവുന്ന സമയത്ത് കാതില് അല്ലെങ്കിൽ മാല വള അങ്ങനത്തെ ഒന്നും ഇടൂല. അപ്പം ഞാനിങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് ഞാൻ കട്ടിൽ കിടന്നിട്ട് എന്തോ ഇങ്ങനെ പാട്ട് പാടുമോ എന്തോ ചെയ്യുന്നുണ്ടായിന്. അപ്പൊ അമ്മ ദിനേശ് പിടി കമ്പനിയിലാണ് പണിയെടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് അമ്മക്ക് കമ്പനിയിൽ പണി കുറവായതുകൊണ്ട് അമ്മ ഭാരത് വീട്ടിൽ നിന്ന് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അറിയത്തിരുന്നിട്ട് അമ്മ വീടി ഇറക്കുന്നുണ്ട്. അന്നേരം പുറത്തുനിന്ന് ആരോ എന്തോ ചോദിക്കുന്ന കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് വന്നില്ല. ഞാൻ ജനലിനുള്ളിൽ നോക്കുമ്പോൾ രണ്ടാള് ബൈക്കിൽ വന്നിട്ട് അമ്മയോട് എന്തോ വർത്താനം. അപ്പൊ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഞായറാഴ്ച ദിവസം ലീവ് ദിവസമെല്ലാം ഈ കിടക്കയും അതേപോലെ പിന്നെ ഈ വിരിപ്പ് കിടക്ക പിന്നെ ചവിട്ടി കർട്ടൻ അതെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എല്ലാ സമയത്തും വീട്ടിലുണ്ടാവുന്നെല്ലാം വരുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ ആരോ വന്നതാന്ന് വെച്ചാൽ ഞാൻ ആദ്യം വന്നിട്ട് വീട് കിടക്കുമ്പോണ്ട് അമ്മയോട് ഇരിക്കുന്ന പിന്നെ ദിനേശ് വീടി കമ്പനിയിൽ പണിയെടുക്കുന്ന രുക്മിണീച്ചിയുടെ വീടല്ലേ അങ്ങനെ എന്തോ ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു അതെ. അന്നേരം ഇവര് പറഞ്ഞു പെണ്ണ്. അപ്പൊ അമ്മ ഓടി വന്നിട്ട് എന്നോട് പറയണേ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. നിനക്കൊന്നും തിരിയുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി സാധാരണ വീട്ടിൽ നിന്ന് ഇടുന്ന ഒരു കുപ്പായ ഇട്ടിട്ട് അങ്ങനെയാണ്. ഞാൻ വേഗം അടുക്കളയിലേക്ക് ഓടി. നമ്മളെ വീട്ടിലെന്ന് വെച്ചാൽ അന്നേരം പണിയൊന്നും ആയിട്ടില്ല, തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഷെൽഫോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല അന്നേരം. അപ്പൊ ഞാനും ഏട്ടനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അന്നേരം ഹാളിലാണ് ഈ കണ്ണാടി. അപ്പം മുഖം കഴുകിയിട്ടൊക്കെ കണ്ണാടി പോയി നോക്കണമെങ്കിൽ ഇവരെ മുമ്പിലേക്ക് കൂടി പോകണം. പിന്നെ വെച്ചാൽ ഡ്രസ്സെല്ലാം എടുക്കണമെങ്കിലും ഇവരെ മുന്നിലേ പോകണം. അപ്പൊ അമ്മ പറഞ്ഞു ഡ്രസ്സ് മാറ്റാം. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഇട്ടിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ അന്നേരം എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ വന്നില്ല. അമ്മ വിചാരിക്കുന്ന അത് കുറെ പണ്ടെല്ലാം കണ്ടിട്ടല്ലേ ശരിയാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അമ്മ വന്നിട്ടുണ്ടായി. എന്നിട്ട് മുഖം കഴുകിയിട്ട് നമുക്കന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ കണക്കെ വെള്ളമില്ല എന്ന് പറയുന്നത്. എന്നാ കൊടുക്കേണ്ടിന്നില്ല അറിയില്ല. വീട്ടില് ഏട്ടനൊന്നും ഇല്ല, ഏട്ടൻ പണിക്ക് പോയിട്ടാണ്ടായിന്. അപ്പം പിന്നെ പഞ്ചസാര വരുമ്പോ മേടിക്കണടാന്ന് പറഞ്ഞാണ് അമ്മ പറഞ്ഞിട്ടുണ്ട്. പാല് പിന്നെ വൈകുന്നേരം മേടിക്കുക സൊസൈറ്റിന്ന്. അപ്പൊ പാലും ഇല്ല, ഇന്ന് കൊടുക്കണം എന്ന് പറഞ്ഞില്ല. ഒരു കടിയോ ഒന്നുമില്ല. നമ്മളെ കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, നല്ല അടി നല്ല പാറയാണ്. അപ്പൊ അമ്മ കിണറ്റിലെ അടിയിൽ വെള്ളം താത്തിട്ട് പഞ്ചസാര ഇട്ട് കലക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നാണക്കേട്. എന്നാ കൊടുക്കണ്ടത്. പിന്നെ ആ സമയത്ത് വന്ന് നമുക്ക് അതേ കൊടുക്കാനില്ല. അപ്പൊ അതിൽ വെള്ളം കലക്കിയിട്ടാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. ഡ്രസ്സൊന്നും മാറ്റിയിട്ട് ഒന്നുമില്ല, കാതിലിട്ടില്ല, മാലയിട്ടില്ല. സത്യമാണ്. എന്നാ ടോപ്പിന്റെ ഈടെ ഒരു കറുപ്പ് ടോപ്പാണ്. അപ്പൊ ഈടെ ഇങ്ങനെ ഒരു കീറിയത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അത് ഇട്ടിട്ട് ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം വെള്ളം കൊണ്ട് കൊടുത്തു. ഇയാളൊന്നും മിണ്ടുന്നില്ല. ഒപ്പം വന്നത് നമ്മളെ ഇവിടെ കൊളപ്പുറത്തന്നെ ഒരു നികേഷ് ഏട്ടനാണ്. അപ്പൊ ആളാന്നെല്ലാം എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിക്കുന്നത് നികേഷ് ഏട്ടനാന്ന് ചെക്കനാ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇയാൾ മിണ്ടുന്നുമില്ല. പിന്നെ എനിക്ക് തോന്നി ഇയാളാണെന്നില്ല തോന്നി. എന്നിട്ടാകുമ്പോ വെള്ളം കൊടുത്തു. പിന്നെ ചോദിക്കുന്നത് മൊത്തം എവിടെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നാഷണൽ കോളേജിലാണ്. ചോദിക്കുന്നത് അയാളാണ് വന്നാള്. അപ്പൊ നാഷണൽ കോളേജിലാണ്. പിന്നെ ജയ ടീച്ചർ അറിയോ, ഞാൻ അമ്മക്ക് അറിയാം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ അതാണ് അമ്മ അന്ന് ഫുള്ള് സംസാരിച്ചത്. അല്ലാണ്ട് നമ്മ വേറെ ഒരു കാര്യം സംസാരിച്ചിട്ടാ. പിന്നെ അവരെന്നെ എന്നോട് പറഞ്ഞു മനസ്സിലായ ചെക്കനാരാന്ന് ഇതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെടുത്തി. പിന്നെ അങ്ങനെ അന്ന് ഇങ്ങോട്ട് വന്നു. അതന്നെയാണ് എൻ്റെ ഓർമ്മ. വരുമ്പം തിരിഞ്ഞിട്ടൊരു നോട്ടം നോക്കി. അതെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ എനിക്ക് വന്നു എനിക്ക് പോകുമ്പോ ഒന്നിങ്ങനെ നോക്കി. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമായിനും തോന്നുന്നില്ല രീതിയിൽ പറഞ്ഞു. അന്ന് നമുക്കവിടെ പിന്നെ ഇവിടെ ആണ്ടിയൂട്ട് ഉത്സവം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടില്ല ഒരു ഇതാണ്. അതുകൊണ്ട് എനിക്കത് ഇപ്പൊ ഓർമ്മയുണ്ട്. ഞാൻ വെള്ളം കൊടുത്തതും പിന്നെ ഫോമിലേക്കും എന്നോട് പറഞ്ഞു പഞ്ചസാര വെള്ളം കലക്കിയിട്ടല്ലേ അങ്ങനെ പറഞ്ഞ് സ്വീപ്പാക്കലുണ്ട്. അതന്നെ എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മ നേരത്തെ പറഞ്ഞു. വീഡിയോ ആണല്ലേ അമ്മ. നമ്മളിൽ ആർക്കാണ് കൂടുതൽ വാശി? പറഞ്ഞു. ഞാനെല്ലാം അറിയണ്ട് സാനിച്ചാട്ടിനെയാന്ന്. എനിക്ക് വാശി ഇല്ലാന്നൊന്നും പറയില്ല. പക്ഷെ ഇവർക്ക് ഭയങ്കര വാശിയാണ്. ദേഷ്യായാലും എല്ലേലും മുമ്പന്തിയില്
എന്നാണോ വിചാരിക്കുന്നത് അത് തെറ്റാണത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും അത് ഇവര് പറയുന്നത് തന്നെയാ ശരി. അപ്പൊ അത് സമ്മതിച്ചു കൊടുത്തോളാം, പിന്നെ വേറെ വർത്താനം ഇല്ല അത് അല്ലേ. ഭാഷയിൽ ഇവള് മോശമൊന്നല്ല, ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ടാ ഞാനായിരിക്കും. അല്ല നിങ്ങ തന്നെയാണ് മുമ്പെന്തിലും ഇങ്ങ തന്നെയാണ്. മക്കളോട് ചോദിച്ചാലും മക്കള് പറയും എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങനെയല്ല സഞ്ചേട്ടാ പറഞ്ഞാൽ സമ്മതിക്കൂല. ഇവര് പറഞ്ഞ അത് തന്നെ ആ ഒരു വാശിയില് പോണ്ട പറഞ്ഞാ പോണ്ട, അങ്ങനത്തെ വാശി ഇല്ലേ. അതാണ് ഞാൻ ആരാ എടുക്കണ്ട, ഞാൻ ഭഗവാനെ എങ്ങനെ കഴിക്കാം. വിവാഹത്തിന് ശേഷം നമ്മൾ ആദ്യമായി പാകം ചെയ്ത ഭക്ഷണം എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ട്? എനക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ പറയാം, ഓർമ്മയില്ലാത്തോണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമാണ് അന്ന്. പിന്നെ നിങ്ങി അച്ഛനും അമ്മയും സരഷേട്ടനും അപ്പൊ നമ്മ ഉണ്ടായിന്. അപ്പൊ ആരോ ഇവരെ ബന്ധത്തിൽ ആരോ ഒരാൾ മരിച്ചുപോയി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കറി വെക്കാനൊന്നും അറിയില്ല. ഞാൻ വീട്ടിൽ നിന്നൊന്നും സത്യം പറയാല്ല, എനിക്കൊന്നും അറിയില്ല. അന്ന് എനിക്ക് 18 വയസ്സല്ലേ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം. അപ്പൊ ഇവിടെ വരുമ്പോ ആ 2 ദിവസം അമ്മ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മീനാണെന്ന് വെക്കാനുണ്ടായിരുന്നു. എനിക്ക് മീൻകറി വെച്ചിട്ട് ഒരു പരിചയമില്ല. പരിപ്പ് ചാറ് കാച്ചും അങ്ങനെയല്ല, അല്ലാണ്ട് എനിക്ക് മീൻകറി വെക്കാനൊന്നും അറിയില്ല. അപ്പൊ അമ്മ ഇടുന്ന് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു പിന്നെ നമുക്കിങ്ങനെ മരിച്ചെടുക്ക് പോണം, രാത്രി സന്ധ്യക്ക പറയുന്നത്. അപ്പം പോകുന്നുണ്ട്, കറി ഒന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ അച്ഛനും പോയി. എനിക്കിത് അങ്ങനെ വെക്കണം എന്നറിയില്ല. സഹായിക്കാൻ വേണ്ടിട്ട് ഇവര് 2 ഉണ്ടായിന്. അപ്പൊ ഞാൻ തേങ്ങയെല്ലാം അരച്ചു എല്ലാം ആക്കി അടുപ്പത്തെല്ലാം വെച്ച് പിന്നെ കറി വാങ്ങി. പക്ഷെ നോക്കുമ്പോ കഷ്ണമൊന്നുമില്ല. ചട്ടി പറ്റിയ മീനുണ്ടായിന്, കഷ്ണെല്ലാം അതിലിങ്ങനെ ഇതായിപ്പോയി, ഇങ്ങനെ മുള്ളു മാത്രം. പിന്നെ കറി ഭയങ്കര കട്ടിയും ഭയങ്കര മധുരവും, അതിൽ വെക്കാൻ പറ്റാണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അത്? അങ്ങനെ ഞാനൊരു ഫസ്റ്റ് ഒരു കറി വെച്ചിന്, അതെന്നെ ഫ്ലോപ്പായി. പിന്നെ ഒന്നും കൂട്ടാണ്ട് തിന്നാൻ കഴിയില്ലല്ലോ വിചാരിച്ചിട്ട് എല്ലാരും അത് കൂട്ടി ചോറുണ്ടിനി. അപ്പൊ അച്ഛൻ പറയുന്നതിന് കുറച്ച് വെല്ലും കൂടി മേടിച്ചിടായിരുന്നു എന്ന്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതാ എന്റെ ഫസ്റ്റ് കറി വെച്ചത്. ഒന്നും അറിയില്ല, അറിയാണ്ട് പിന്നെ നമുക്ക് എടുക്ക്. 15 വർഷമായിട്ടും മാറ്റാൻ പറ്റാത്ത എന്റെ ഒരു സ്വഭാവം എന്താണ്? എന്റെ 15 വർഷമായിട്ട് മാറ്റാൻ പറ്റാത്ത എന്റെ ഒരു സ്വഭാവം എന്റെ നിങ്ങൾ എന്നെ കുറിച്ച് അല്ല നിങ്ങള് എന്റേത് പറഞ്ഞു, നിങ്ങളതും പറഞ്ഞു, രണ്ടും പറഞ്ഞു. എന്റെ എന്തെങ്കിലും കണ്ടാൽ അത് പെട്ടെന്ന് അത് മണിക്കണം പറയില്ല. ഇപ്പൊ പണ്ടും അങ്ങനെ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും സാധനം കണ്ടാൽ എനിക്ക് അത് വേണം എന്ന് പറയല്. ഇപ്പം മാറിയിട്ട അതുപോലെ എനിക്ക് അതിന് ദേഷ്യപ്പെടല് അതന്നെ. ആ സ്വഭാവം ഇപ്പം മാറിയിട്ട. പിന്നെ അപ്പൊ ഞാൻ പറയണ മാറ്റാത്ത സ്വഭാവം ദേഷ്യം. പണ്ടും അങ്ങനെ തന്നെ ഇപ്പൊ അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ലാത്ത സാധനമാണ് ദേഷ്യം. എനക്ക് എന്ന് വെച്ചാ എനക്കൊരു സാധനം ആഗ്രഹിച്ചാൽ എനിക്കത് മേടിക്കണം. എനിക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര അതൊരു ഫീലാവും. എന്നാന്നറിയില്ല, എനിക്ക് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടലുണ്ട് എന്നുള്ളതാണ് സത്യം. അത് പണ്ടായാലും അതെ ഇപ്പായാലും അതെ. അങ്ങനെ വാശി പിടിച്ച് അത് വേണമെന്ന് വെച്ച് കരയും അങ്ങനെയൊന്നുമില്ല. എനിക്കത് വേണമെന്ന് പറഞ്ഞാ എനിക്ക് മേടിച്ചോണ്ടി തരും. അത് പിന്നെ വേറെ കാര്യം. എനിക്ക് മേടിച്ചോണ്ടി തരലില്ലേ? അങ്ങനെ അടുത്ത ഞാൻ എടുക്കണ്ട്. അടുത്തത്, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ പുറത്ത് നിന്നുള്ള ഭക്ഷണമാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? സത്യം പറഞ്ഞാൽ ഇനി എന്നെ ഇതാക്കാൻ വേണ്ടി പറയുന്നു. എനിക്ക് ആദ്യ പറഞ്ഞാല് ഫസ്റ്റ് എല്ലാം കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇവരുണ്ടാക്കുന്ന ഭക്ഷണം അവിടെ ഞാൻ ഉച്ചക്ക് വരെ ചോറ് വീട്ടുന്ന കൊടുക്കും. ഇപ്പം പാചക മോശമല്ല, ഇപ്പം നല്ലോണം പാചകം ചെയ്യും. എനിക്ക് അന്നേരം അറിയില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടല്ല വന്നിനി. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് സത്യം പറഞ്ഞ എല്ലാം. ദോശ ചൂടാൻ വരെ പഠിച്ചില്ലേ ഇവിടെ വന്നേ പിന്നെയാണ്. എനിക്ക് അറിയില്ല അതുവരെ, ഒന്നും അറിയില്ല. നല്ലൊരു കുക്കാണ്. കുക്കർ അടുക്ക്. എന്റെ ഏത് സ്വഭാവമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്? ഞാൻ പറയാം. എന്നുവെച്ചാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് എന്തെങ്കിലും കാണുമ്പോൾ വേണം. ചില സമയത്ത് എനിക്ക് ചിലത് തിന്നാനെല്ലാം ഭയങ്കര ആഗ്രഹമായിരിക്കും. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കും. ഭയങ്കര ഒരു ചിലപ്പോൾ ഉച്ചക്കെല്ലാം കിടക്കുമ്പോഴായിരിക്കും തോന്നുക ഇങ്ങനെ. പിന്നെ എനിക്കത് മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകില്ല. അപ്പൊ ഞാനിങ്ങനെ ഇവര് വിളിച്ചൊരു സഞ്ചേട്ടാ ഇത് വരുമ്പോ പൊറോട്ട മേടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ചൂടാവുമെങ്കിലും വൈകുന്നേരം വരുമ്പോഴോ മേടിച്ചിട്ടില്ല. അതെനിക്ക് അതിനല്ലേ ചോദ്യം എന്താന്നുണ്ടായിന്? ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ
വേണമെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്ന് എനിക്ക് ഇന്ന് മേടിച്ചു തരാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ നാളെ ആയാലും അത് മേടിച്ചു തരലുണ്ട്. അതെന്റെ ഒരു എനിക്ക് പണ്ടൊന്നും ആരും മേടിച്ചു തരാനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പൊ അത് കിട്ടുന്നു ഒരു സന്തോഷം. ഞാനില്ലേ ഞാനാ വായിക്കണ്ട്. ഇപ്പൊ നിങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ചിരി വന്ന ഒരു വഴക്ക്. നമ്മി ഉണ്ടായ വഴക്കല്ല ചിരിക്കാൻ. നമ്മളെ വഴക്കെല്ലാം ഏകദേശം മാക്സിമം പോയാലൊരു 2 മണിക്കൂറൊക്കെ ഉണ്ടാവുന്ന വഴക്കുകളാണ്. ആരാദ്യം മിണ്ടുക? അത് നീ എനക്ക് മിണ്ടാടുക്കാൻ പറ്റൂല. എനിക്കിങ്ങനെ അടക്ക് പോയിട്ട് ഇങ്ങനെ കിളിമ്പിക്കൊണ്ടിരിക്കണം. എനിക്ക് അതൊന്നും അറിയില്ല. ഭയങ്കര അടിയായിരിക്കും, ഭയങ്കര കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് സഞ്ചേട്ടനെ വീട്ടത്ത് നോക്കുമ്പോൾ ചിരി വരും. അപ്പൊ ഞാൻ മെല്ലെ പോയിട്ട് ഇങ്ങനെ നാക്കും. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടും. കുറെ അങ്ങനെ മിണ്ടാടുക്കാനും പറ്റൂല. ഒരു ദിവസം തന്നെ മിണ്ടാടുപിട്ടുണ്ടമ്മ ഇല്ല ആവൂല. അതങ്ങനെയാണ്. അടുത്തത് ഈ 15 വർഷം കൊണ്ട് നമ്മൾ പരസ്പരം പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? 15 വർഷം കൊണ്ട് ഏറ്റവും പഠിച്ച പാഠം അങ്ങനെ വെച്ചാല് പാഠം മീൻസ് എനിക്ക് അങ്ങനൊന്നും അറിയില്ല പറയാൻ. നിങ്ങൾക്ക് എന്താണ്? ഇല്ല പാടുന്നില്ല, നമുക്ക് നമ്മേ ഇല്ലെന്നില്ല പാഠം. അത് ശരിയാണ്. നമുക്ക് നമ്മ കഴിച്ചിട്ട് ബാക്കി ആൾക്കാരുണ്ടാവുള്ളൂ എന്നുള്ള ഒരു പാഠം പഠിച്ചു. അത് സത്യമാണ്. അത് എല്ലാരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എല്ലാരും ഉണ്ടാവും, പക്ഷെ നമുക്ക് നമ്മളെ അത്യാവശ്യ സമയത്ത് നമ്മ ഉണ്ടാവില്ല. പക്ഷെ നമ്മ എല്ലാരും നമ്മെ ആരും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ നമ്മ എല്ലാരും എല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നോക്കലുണ്ട്. അവരങ്ങനെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെന്ത് വിചാരിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കലുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മ ആ ഫാമിലി ആയിട്ട് ഭയങ്കര ഒരു ഇതില്ലത് കൊണ്ടാണ്. അപ്പൊ അവർക്കത് ഇഷ്ടാവൂലോ അങ്ങനെ ചിന്തിച്ചിട്ടേ നമ്മ ചെയ്യലുണ്ടായിട്ടില്ലൂ. പക്ഷെ അത് നമുക്ക് പല സാഹചര്യങ്ങളിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു പാഠമാണ്. എന്ന് വെച്ചാ എന്നാ പറയാ, അങ്ങനെ തന്നെ. ഞാൻ നമ്മുടെ ഈ 15 വർഷത്തിനിടയിൽ ഏറ്റവും മനോഹരമായ യാത്ര ഏതായിരുന്നു? 15 കൊല്ലമായിട്ട് നമ്മൾ എവിടെയോ പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര? 15 കൊല്ലമായിട്ട്. പക്ഷെ 15 കൊല്ലായെങ്കിലും നമ്മ ഇവിടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ യാത്ര അല്ലേ പോവാൻ തുടങ്ങി. അതുവരെ നമ്മ 9 കൊല്ലം നമ്മ ഏടി യാത്ര പോയിട്ടില്ല സത്യം. ആകെ പോലെ പറശ്ശിനിക്കടവ് പോവും, വീട്ടിൽ പോകും എന്നല്ലാണ്ട് വേറെ എവിടെയും പോയിട്ടില്ല. പിന്നെ ഒരിക്കൽ ഇവരെ പെങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോംബെ പോയി. അതല്ലാണ്ട് വേറൊരു യാത്രയും നമ്മ പോയിട്ടില്ല. ഇപ്പൊ അത് നമ്മ തുടരെ യാത്രക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ പറയാതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യാത്ര? എനിക്കങ്ങനെ നമ്മ ഇപ്പൊ ഒറ്റക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ കാറിലായ പിന്നെ നമ്മ കൂടുതൽ യാത്ര ഇങ്ങനെ ഒറ്റക്കെല്ലാം പോകാൻ തുടങ്ങി. അപ്പൊ നമ്മ മൈസൂര് പോയി, പിന്നെ കൊടക്, പിന്നെ മൂകാംബി പോയി. അങ്ങനെ ഗുരുവായൂർ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അടുത്തടുത്തെല്ലാം ഉള്ള സ്ഥലങ്ങളെല്ലാം പോലുണ്ട്. ദൂരം അങ്ങനെ പറയാം നമ്മ മൈസൂരും വയനാട് നമ്മ കാറെടുത്ത് പോയിട്ട് പിന്നെ അല്ലാണ്ട് വയനാട് പിന്നെ നമ്മ ഇടുന്ന എല്ലാരും കൂടി ട്രിപ്പ് പോയി. അങ്ങനെയെല്ലാം നോക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലി ആയിട്ട് പോകുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം എനിക്ക് കുറച്ചധികം ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനത്തെ യാത്ര ഇഷ്ടം. അതിനർത്ഥം ഫാമിലിയോട് ഇഷ്ടമില്ലാന്നല്ല, നമ്മ മാത്രം ഒതുങ്ങുന്നതല്ല, കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടാകുമ്പോ ആ യാത്രക്കൊരു സുഖം ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ യാത്ര ഇഷ്ടം. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പോയാൽ ഇപ്പം എന്താ പറയാ, എനിക്ക് ബോംബെയിൽ പോയത് എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മ പിന്നൊരിക്കലും അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇപ്പൊ വയനാട് പിന്നെ മൈസൂരെല്ലാം പറഞ്ഞാൽ പിന്നെയും പോകാനുള്ള ഒരു ഇതുണ്ട്. അങ്ങോട്ടൊന്നും നമ്മ അത്രയും ദൂരമൊന്നും എന്തായാലും പോകില്ല. അപ്പൊ അതെനക്കൊരു ഭയങ്കര സന്തോഷം. അതെന്ന് വെച്ചാൽ ആ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ മൂത്ത മോളായതിനു ശേഷമാണ് ആ ഒരു യാത്ര പോകുന്നത്. ആദ്യത്തെ യാത്രയാകുമ്പോൾ അത് എന്തായാലും അത്രയും ഓർത്തു വെക്കേണ്ട ഒരു യാത്രയല്ലേ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ യാത്രയാണ്. ഇവര് പെങ്ങളെ ഭർത്താവ്, മോൻ, പിന്നെ ബോംബെ മൊത്തം കറങ്ങി. എനിക്ക് ഭയങ്കര ഓർമ്മയില്ല എന്നുവെച്ചാൽ ഭയങ്കര സന്തോഷമാണ് അന്നേരം. അടുത്തത് യാത്ര. എത്ര പേരെ കണ്ടതിന് ശേഷമാണ് ഈ വിവാഹം നടന്നത്? എന്തുകൊണ്ടാണ് എന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത്? അതൊരു നല്ല ചോദ്യമാണ്. 28 പെണ്ണ് കണ്ടിട്ട് ഇത് 29ാമത്തെ പെണ്ണായിരുന്നു. 29. പക്ഷെ ഇത് ബാക്കിയെല്ലാം പെണ്ണ് നമ്മ മുന്നേ ആലോചിച്ചിട്ട് പിന്നെ ഇന്ന് പെണ്ണാണാൻ പോകുന്നത് തീരുമാനിച്ചിട്ടെല്ലാം പോയതാണ്.
പക്ഷെ ഇവളെപ്പോ പെണ്ണ് കാണാൻ പോയത് നമ്മളെ നിഘണ്ടുവിലേ ഇല്ലാത്തൊരു പെണ്ണാണ്. വേറെ പെണ്ണ് കാണാൻ പോയാലും ആ പെണ്ണ് അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ ആടെ പോയാലും ആടെ നാട്ടുകാരോട് ഇങ്ങനെ ചോദിച്ചാലും ഒരു പെണ്ണുണ്ടോന്ന് വെച്ചാൽ ആരെങ്കിലും അയക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ പോയി നോക്കാന്ന് പറഞ്ഞു. ഏതായാലും വന്നല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു പെണ്ണ് കണ്ടിട്ടില്ല. ആ പെണ്ണ് ഇപ്പൊ പറഞ്ഞല്ല, ഒരു പെണ്ണെ കാണാൻ വേണ്ടിട്ടാ പോയിനി, പിന്നെ എന്നിട്ട് എന്നെ കണ്ടുവന്ന്. ആ പെണ്ണും ഞാനും ഒന്നിച്ച് പഠിക്കുന്നത്. ആ പെണ്ണ് പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ ചോദിക്കും എന്തിനാ ഭഗവാനെ മിണ്ടാണ്ടിരിക്കുന്നത്. അവൾ പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. അത് എന്താന്നുള്ളത് അറിയില്ല. നമ്മ ഒരു ക്ലാസ്സില് നാഷണൽ കോളേജിൽ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവര്. അപ്പൊ എന്നെക്കാളും മൂപ്പാണ് അവര്. TTC കഴിഞ്ഞിട്ട് വന്നത്. ഞാൻ +2 കഴിഞ്ഞ പാട് നേരെ ഡിഗ്രിക്ക് പോയത്. അപ്പം അവരത് അറിഞ്ഞു വരുന്നുണ്ട് അങ്ങനെയാണ്. പിന്നെ കുറച്ച് പെണ്ണ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തവരുണ്ടല്ലോ, അപ്പൊ അവരുമായിട്ട് ചെറിയ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കും എന്തിനി, ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ട്. എന്റേത് അറിയാം, എന്റേത് ഫസ്റ്റ് പെണ്ണ് കാണലാണ്. അതിൽ തന്നെ കഴിച്ചിനി. ഒരാളെ ഞാൻ കണ്ടിട്ടില്ലു. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ അയക്കുന്നില്ല പറഞ്ഞു. ഇത് അപ്രതീക്ഷിതമായി വന്നു, അതങ്ങോട്ട് സെറ്റായി. അങ്ങനെ അയച്ചു. ഞാൻ ഒരാളെ കണ്ടിട്ടില്ല. അപ്പൊ ഞാനല്ലേ അതെ ഞാനെടുത്തു നിങ്ങ പറഞ്ഞു. അല്ല ഞാനെടുത്തില്ലേ പറഞ്ഞു. അല്ല ഞാനല്ലേ ചോദിച്ചു നിങ്ങളോട്. ഇനി അല്ല നിങ്ങ എന്നെ എടുക്കണ്ട, ഞാനെടുത്ത് നിങ്ങൾ പറഞ്ഞു. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോൾ വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിന്നോട് പറ. സത്യം പറയണല്ല, ചില സമയത്ത് എനിക്ക് തോന്നലുണ്ട് വേണ്ടായിരുന്നു. ചില സമയത്ത് അതിപ്പോ തോന്നാത്തവരായിട്ട് ആരൊന്നും ഉണ്ടാവില്ല. നമ്മിപ്പോ എന്താ പറയാ, ചിലതൊന്നും പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒട്ടും ഇങ്ങനെ അംഗീകരിക്കാണ്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇവര് പറഞ്ഞതാണ് ശരി നമ്മളെ, അങ്ങനത്തെ ഒരു ഇത് വരുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. അന്നേരം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല, നമ്മളെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് തോന്നലുണ്ട് വേണ്ടിയായിരുന്നു എന്ന്. പിന്നെ ആ ഒരു പ്രായത്തിലല്ലേ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അതിൻ്റെതായ കുറെ കാര്യങ്ങളൊന്നും ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. അങ്ങനെയെല്ലാം ആകുമ്പോൾ പിന്നെ എനിക്ക് അന്നേരം ചില സമയത്തെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട് വേണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എന്തേ വൈ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര വയസ്സിലായിരുന്നു വിവാഹം? ഇന്നാണെങ്കിൽ ആ പ്രായത്തിൽ വിവാഹം കഴിക്കുമോ? ഞാൻ കഴിക്കും. എന്റെ 27 വയസ്സിലാണ്. ഞാൻ ഇന്നാണെങ്കിൽ 27 തന്നെ കഴിക്കും. പക്ഷെ ഇവള് കഴിക്കുമെന്ന് അറിയില്ല. ഇവളന്നേരം 18 വയസ്സായിട്ട് ഞാൻ കഴിക്കൂല. ഇന്നാണെങ്കിൽ ഞാൻ കഴിക്കൂല. ഞാൻ എന്റെ മോളോടും അങ്ങനെ, എന്റെ മോളെ അങ്ങനെ അയക്കൂല. ഞാൻ അന്നേരം 18 വയസ്സിൽ കല്യാണം കഴിച്ചിന്. അന്നേരം ഒന്നും അറിയില്ല. അന്നേരം ഇങ്ങനെ പറയാനില്ല ഒരു ധൈര്യം ഒന്നുമില്ല. പിന്നെ ഫാമിലിയിൽ എന്തെല്ലോ പ്രശ്നങ്ങൾ, പിന്നെ അമ്മക്ക് ചില പേടികൾ കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഞാൻ +1 +2 +2 പഠിക്കുമ്പം നമുക്ക് എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിന്. അപ്പൊ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. അപ്പൊ നമുക്ക് നാട്ടുകാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇനി നിന്റെ മോളെ ആര് കഴിക്കല്, നിന്റെ മോളെ ജീവിതം പോയില്ലേ. പിന്നെ അമ്മമാര് പിന്നെ കുടുംബക്കാർ എല്ലാം പറയുമ്പോ അങ്ങനെ ഒരു നമ്മൾ ആ ഒരു കാലല്ലേ, 15 കൊല്ലം മുന്നേ അല്ലേ. അപ്പം എല്ലാരും ഇങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ ഇനി ആര് കഴിക്കല്, അമ്മക്ക് ഭയങ്കര ടെൻഷനായി. ഒപ്പം കരച്ചല് അങ്ങനെയെല്ലാം ആയി. പക്ഷെ അവർക്കത് ചിന്തിക്കാനില്ല. ഇതില്ല, അമ്മ ആ ഒരു പ്രായത്തിൽ കഴിച്ചതാണ്. 19 വയസ്സിനായിട്ടാണ് അമ്മയുടെ കല്യാണം കഴിഞ്ഞിന്. അപ്പൊ അവർക്ക് കല്യാണമാണ് മുഖ്യം പഠിത്തത്തിനേക്കാളും എല്ലാം. പിന്നെ നമുക്ക് അവിടെ പറയാനൊരു വോയിസ് ഇല്ല. ഞാനിപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ കുറ്റപ്പെടുത്തുന്ന നാട്ടുകാരെന്നെ പറയോ ഓക്ക് വേറെ അതുകൊണ്ട് ഓക്ക് വേണ്ട എന്ന് അങ്ങനെ പറയും. പിന്നെ കുടുംബക്കാരെല്ലാരും പറയും, അമ്മക്ക് വിഷമാവും. പിന്നെ ഏട്ടനാണ് നമ്മളെ ഏട്ടൻ പഠിത്തെല്ലാം നിർത്തിയിട്ട് പിന്നെ അത് നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അന്നേരം എല്ലാരും വിഷമം കാണണ്ടേ. അപ്പൊ അങ്ങനെ കഴിച്ചു. പിന്നെ ഇഷ്ടമില്ലാണ്ടൊന്നല്ല കഴിച്ചിന്, പിടിച്ചങ്ങ് കിട്ടി അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കഴിച്ചിന്. പിന്നെ പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് ചിന്തിക്കുമായിരുന്നു. എനിക്ക് പറ്റി കാര്യമില്ല. 15 കൊല്ലേ ഇങ്ങെടുത്തോ. നമുക്ക് ഒരുമിച്ച് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം എവിടെയാണ്? എനിക്ക് മലേഷ്യ. ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ഇപ്പോൾ ഉള്ളത് ഡൽഹിയാണ്. താജ്മഹൽ എല്ലാം കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. ലോകാത്ഭുതങ്ങളിൽ ഒന്ന് നമ്മൾ ഇന്ത്യയിലായിട്ട് ഇതുവരെ കാണാൻ പറ്റില്ല. അപ്പൊ അതെന്തായാലും കാണാൻ പോകുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് മലേഷ്യ പുറത്തിറക്കിയപ്പോൾ ഒരുപാട് സ്ഥലം ആഗ്രഹമുണ്ട്. ഗൾഫ് എല്ലാം പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് അറിയില്ല. ഡൽഹിയിൽ എന്തായാലും പോകും എന്ന് വിചാരിക്കുന്നു.
കൊടുക്കും. ഞാനാ 4 കൊടുക്കും. ഓക്കെ, അടുത്തത്. നമ്മുടെ ബന്ധത്തിൽ ഞാൻ ഇനിയും മെച്ചപ്പെടുത്തണം എന്ന് തോന്നുന്ന കാര്യം എന്താണ്? ഇത് നേരത്തെ വായിച്ചില്ല. ബന്ധത്തിൽ ഞാൻ ഇനിയും മെച്ചപ്പെടുത്തണം തോന്നുന്ന കാര്യം പറ. ഇപ്പൊ കയ്യൂട്ടാ, ഇത്ര ഒന്നും കൂടെ ഇല്ലു. അങ്ങനെ ബന്ധത്തിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യമൊന്നുമില്ല. ഇതുപോലെ ഉണ്ടായാൽ മതി. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, കോമഡി ആകല്ലേ, കുറച്ച് ട്രാജഡി, കുറച്ച് ദേഷ്യം, കുറച്ച് പണക്കം, കുറച്ച് അണക്കം. ഇങ്ങനെ പോയാൽ മതി. ഇങ്ങനെ തന്നെ പോണം. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ ചോദിച്ചു, നീ മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ ഞാനൊക്കെ മാറ്റം വരുത്താൻ തോന്നുന്നതെന്ന് വെച്ചാല് പൈസ ചെലവ് കുറച്ച് കുറക്കണം എന്നുണ്ട്. കാരണം എന്ന് വെച്ചാ എനിക്കത് കുറച്ച് നാളായിട്ട് എന്റെ മനസ്സിനുള്ളിൽ തോന്നുന്നൊരു കാര്യമാണ്. വെച്ചാൽ നമ്മ വരവിനെക്കാളും ചെലവാക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. എന്ന് വെച്ചാൽ മക്കളെല്ലാം വലുതായി വരുമ്പം ഇല്ല ഒരു ടെൻഷൻ ആണോ എന്നുള്ളത് അറിയില്ല. നാളത്തെ കാര്യം ഞാൻ വല്ലാണ്ട് നാളത്തെ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ. പക്ഷെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മ കുറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. പറയാൻ കഴിയില്ല നമ്മ എയിലാന്ന് സക്സസ് ആവില്ല, എയില ഫ്ലോപ്പ് ആവില്ല, ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇനിയെങ്കിലും നമ്മ ഓരോന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച്, പിന്നെ ഇനിയിപ്പോ ഒരു യാത്ര പോകുന്നതാണെങ്കിലും വെറുതെ ഇങ്ങനെ അടിയിടി പോകുന്നതല്ലാണ്ട് എപ്പെങ്കിലും ഒരു യാത്ര അങ്ങനെ ആക്കണം. പിന്നെ കുറച്ചും കൂടി സേവ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മ വരവിനേക്കാൾ അധികം ചെലവാണോ ആക്കുന്നതെന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. മക്കളെല്ലാം വലുതായി വരുമ്പോൾ ആയിരിക്കാം. അപ്പൊ അതാണ് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം അതാണ്. ഇനിയോ? എനക്കും തന്നെ ചെലവ് കുറച്ച് കുറക്കണം. കാരണം മക്കള് പരമാവധി വലുതാവുന്നു. ഒരാളിപ്പോൾ SSLC ആവാനാവും, പിന്നെ +2 ആയി, അത് കഴിഞ്ഞിട്ട് ബാക്കി പതിക്കലായി. അതുകൊണ്ട് അതന്നെ കാര്യം. ഇത്രേ ഇല്ലു. എന്തെല്ലാം ക്വസ്റ്റ്യൻ ഇടണം, എങ്ങനെ ഇടണം എന്നൊന്നും അറിയുന്നുണ്ട്. ഞാനിത് എഴുന്നല്ലോ എങ്ങനെയല്ലോ സംഘടിപ്പിച്ച് എഴുതി വെച്ച ക്വസ്റ്റ്യനാണ്. അത്രത്തോളം നന്നായിനി, ഉദ്ദേശിച്ച പോലെ രസമായിനോ ഒന്നും അറിയില്ല. എന്തായാലും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.